രാവിലെ തന്നെ നമ്മുടെ ഗാർഡനിൽ വന്നപ്പോൾ കാണുന്നത് നമ്മുടെ പുതിയൊരു ഹൈഡ്രാഞ്ച് ഇങ്ങനെ പൂത്ത് വരുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പുറത്ത് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ മഞ്ഞുണ്ട് കേട്ടോ, നന്നായിട്ട് കോടയും നല്ല തണുപ്പ് തന്നെയാണ്. ചെറിയ രീതിയിൽ ഇങ്ങനെ മഴ ചാറുന്നുണ്ട് കേട്ടോ, വലിയ രീതിയിലൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടൊന്നും ഇങ്ങനെ മഴ പൊടിഞ്ഞ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നേരെ ഇപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ടെങ്കിൽ പോലും നമുക്കിപ്പോഴും നേരം വെളുക്കാത്തൊരു ഫീലാട്ടോ പുറത്ത് പോയി കഴിഞ്ഞാൽ. കാരണം അത്രത്തോളം ഒരു ഇരുട്ട് മൂടിയിട്ടുള്ളൊരവസ്ഥയാണ്. കാരണം വേറെ നന്നായിട്ട് തന്നെ കോടയുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമ്മൾ തീ പിടിപ്പിച്ചെടുക്കാൻ കുറച്ച് പാട് വരും കേട്ടോ. അപ്പോൾ ഇന്നലെയൊക്കെ ഫുള്ളായിട്ട് നമ്മൾ വൈകുന്നേരം കിടക്കുന്നതിന് മുന്നായിട്ട് വിറകൊക്കെ ഫുള്ള് ചുറ്റും ഇങ്ങനെ വാര വെച്ചിട്ടാട്ടോ കിടന്നിട്ടുണ്ടായത്. അടുപ്പിൻ്റെ പൊക്കത്ത് അവർ ചൂടോട് കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായാലും കുറച്ച് ടൈം എടുത്തു എന്നാൽ കൂടി അപ്പോൾ എന്തായാലും നമ്മൾ കത്തിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപ്മാവാട്ടൊന്നും ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അത് നമ്മളിന്ന് റവ വാങ്ങിയിട്ടുള്ളത്, നമ്മൾ വീറ്റ് ഉണ്ടല്ലോ, ഗോതമ്പിൻ്റെ റവയാട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി വറുത്ത റവയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്മാവ് ഉണ്ടാക്കാം. അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ വെച്ചിട്ട് അങ്ങനെ വലിയൊരു ഇതിലൊന്നുമല്ല കേട്ടോ നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. കുറച്ച് സവോളയും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് നമ്മുടെ പറമ്പിൽ നിന്ന് നമ്മൾ പറിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും അതെല്ലാം ഇട്ടിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ടൊരു ഉപ്മാവ് റെഡിയാക്കാം. അതേപോലെ തന്നെ ഒരു വീറ്റിൻ്റെ റവ വെച്ചിട്ടുണ്ടാക്കുന്ന ഉപ്മാവ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ആവണിക്കുട്ടി നീച്ച് വരുന്നേ കേട്ടോ. അപ്പോൾ ഏട്ടൻ രാവിലെ പാല് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഉപ്മാവൊക്കെ ഉണ്ടാക്കുക. അതേപോലെ തന്നെ ആ ഒരു പുറത്തുള്ള ഒരു തണുപ്പ് നമുക്ക് ഉള്ളിലേക്ക്, ഇനിയിപ്പോൾ നമ്മൾ വാതിൽ അടച്ചിട്ടാൽ പോലും നല്ല രീതിയിലാട്ടോ അത്രത്തോളം തണുപ്പ് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത്. പിന്നെ നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ കുറച്ചൊരു ആശ്വാസം നടന്നത് നമ്മുടെ വിറകടുപ്പൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ. കാരണം വിറകടുപ്പ് നന്നായിട്ട് കത്തിപ്പിടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിലൊക്കെ കത്തിപ്പിടിച്ച് വന്നിട്ടില്ല. എന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ചെറുതായിട്ട് കത്തി ഇപ്പോൾ എത്രത്തോളം നമ്മൾ വാര വെച്ചാൽ പോലും നന്നായിട്ട് തന്നെ വിറകൊക്കെ തണുത്ത് മരച്ചിരിക്കുമായിരിക്കും കേട്ടോ രാവിലെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ. അപ്പോൾ എന്തായാലും കുറച്ച് ഇങ്ങനെ നന്നായിട്ട് കത്തി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുക്കളയിലൊക്കെ നല്ലൊരു ചൂടുണ്ടാവും കേട്ടോ. ആ ഒരു വിറകടുപ്പ് കത്തുന്നതിൻ്റെ ഒരു ചൂടിൻ്റെ എഫക്റ്റ് നന്നായിട്ട് ചുറ്റും ഉണ്ടാവും കേട്ടോ കുറച്ച് നേരം. അപ്പോൾ നമ്മൾ ആവശ്യമായിട്ടുള്ള ഒരു സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സവോള മുതൽ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ തോലെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി ചെറുതായിട്ട്, അതായത് നല്ല ഇത് തന്നെ പൊടിയായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം. അപ്പോൾ മുളക് ഞാൻ കുറച്ചുകൂടി വലുപ്പത്തിലാട്ടോ ഇടുന്നത്. കാരണം നമ്മൾ കുട്ടിമണിക്ക് കൂടി കൊടുക്കണമുണ്ടെങ്കിൽ ഞാൻ മുളക് എന്തായാലും കുറച്ച് സൈസിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. കാരണം എങ്ങാനും ചിലപ്പോൾ കടിച്ച് കഴിഞ്ഞാൽ പണിയാവും കേട്ടോ. സവോള കഴിഞ്ഞ് വന്നപ്പോഴത്തേന് കണ്ണൊക്കെ നേരി പുകയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ക്യാരറ്റൊക്കെ ഇട്ടാലും നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാരറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ ഈ ഒരു സവോള അതുപോലെ തന്നെ ആവശ്യത്തിന് എരിവിന് ആവശ്യമുള്ള കുറച്ച് മുളകും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കടുകൊക്കെ പൊട്ടിച്ചിട്ട് വറ്റൽമുളക് ഇട്ട് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് നമ്മൾ നോർമൽ ഉപ്മാവ് ഉണ്ടാക്കില്ല ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന റവയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഡിഫറൻ്റ് ആണ്. അപ്പോൾ എന്നാലും നമ്മളിപ്പോൾ എടുക്കുന്നതിനനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ വെള്ളമൊക്കെ ചേർക്കുന്നത്. ഞാൻ കറക്റ്റ് ആ ഒരു അളവൊന്നും ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നമ്മുടെ ഏകദേശം ഒരു കൈയളവിനാണ് നമ്മളെല്ലാം ചെയ്തത്. അങ്ങനെ ഞാൻ അടുപ്പൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തീ കത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കത്തി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് കത്തുട്ടോ. കത്തി പിടിക്കാനാണ് ഒരു പ്രശ്നം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ നമ്മൾ വാര വെച്ചിട്ടുള്ള വിറകുകളാണ്. അപ്പോൾ നോക്കിയതാ ചെറുതായിട്ടൊക്കെ കത്തി ഒന്ന് ലെവലായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വെച്ച് കൊടുത്തുള്ള എല്ലാ വിറകിലൊന്നും കത്തിയിട്ടില്ല. ഇങ്ങനെ കത്താനല്ലേ പുറത്തത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുറഞ്ഞെന്ന് കേട്ടോ. കാരണം കുറച്ച് നേരത്തെ നമ്മൾ നീച്ച് വരുമ്പോഴത്തേന് ഫുള്ളിങ്ങനെ ഈ ഒരു പുകമയം ഇങ്ങനെ നന്നായിട്ട് അത്രത്തോളം ഹാർഡായിട്ടാട്ടോ കോടുള്ളത്. നോക്കി ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചെറുതായിട്ട് ഇതാ ഒരു ശരിയിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ നല്ല തണുപ്പായതിന് നമ്മൾ ഒഴിച്ച് വയ്ക്കുന്ന, അതായത് ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ മഴ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പോൾ ഓൾറെഡി ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിന് മുന്നേ നല്ല ചൂടൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ കുപ്പിയിൽ തന്നെ കേട്ടോ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ടായത്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ കുപ്പിയും ചുറ്റുപാത്രത്തിലേക്ക് മാറ്റം ചെയ്തിട്ട് നമ്മുടെ എണ്ണയ്ക്കാണ് രാവിലെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല കഷ്ടപ്പെട്ടു. കാരണം ഇത്രത്തോളം ആ കുപ്പിയുടെ ഒക്കെ സ്ട്രക്ചറിൻ്റെ മൊത്തത്തിൽ മാറും കേട്ടോ. കാരണം അത്രത്തോളം കട്ടിയായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ചുറ്റുപാത്രത്തിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൂണിന് കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഫുള്ള് തണുപ്പ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എന്തായാലും രാവിലെ എണ്ണയൊക്കെ എടുക്കുക എന്ന് പറയുമ്പോൾ അത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ല കേട്ടോ കുപ്പിയിൽ നിന്നൊക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഉപ്മാവിൻ്റെ പരിപാടിയൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ പാലൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാലൊന്ന് കാച്ചി വയ്ക്കാം. അങ്ങനെ പാലൊക്കെ എൻ്റെ കയ്യിൽ തന്നിട്ട് ഏട്ടൻ നേരെ പറമ്പിലേക്ക് പോയിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ആവണിക്കുട്ടി നീച്ചിട്ടില്ല കേട്ടോ, നല്ല ഉറക്കത്തിലാണ്. ഇന്നലെ ഉറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിരുന്നു. കുറച്ചല്ല കേട്ടോ, കുറച്ചധികം ലേറ്റ് ആയിരുന്നു തന്നെ പറയുന്നത്. അപ്പോൾ ഇന്നലെ ആൾ ഉറങ്ങിയപ്പോഴത്തേന് എനിക്ക് തോന്നുന്നു ഒരു 12:30 ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒരു 10:30 കൂടി പോയി ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഉറങ്ങുന്ന കേട്ടോ. അപ്പോൾ ഇന്നലെ നല്ല രീതിയിൽ തന്നെ ലേറ്റായിട്ട് ഉറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നീച്ച് വരാൻ വേണ്ടി കുറച്ച് താമസിക്കുന്നതാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അവൾ കിടക്കട്ടെ. കാരണം അവൾ നീച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഓൾമോസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ടൈമൊക്കെ നമുക്ക് അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ.
പിന്നെ നമ്മുടെ തീയൊക്കെ ആയാലും നേരത്തെ കണ്ട പോലെ ഒന്നും അല്ല കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് കത്തി പിടിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു തുടക്കത്തിൽ കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ കത്തി പിടിക്കാനും, അതുപോലെ തന്നെ കത്തിക്കാനൊക്കെ നല്ല പാട് തന്നെയാണ് കേട്ടോ. പക്ഷേ കത്തി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പരിസരത്തേക്ക് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ചോറൊക്കെ നമ്മളിപ്പോൾ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞാലും പിന്നെ ഒരു വിറക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ, നന്നായിട്ട് നിങ്ങൾ കത്തിക്കൊള്ളും. പിന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് വിറക് കഴിഞ്ഞതിനനുസരിച്ച് ഒന്ന് വെച്ച് കൊടുക്കുക, അതുപോലെ തന്നെ വെള്ളം കുറവാണെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഞാൻ കത്തുന്നത്. നമുക്ക് കത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്യാസൊന്നും വേണം കേട്ടോ, കാരണം ഗ്യാസിനേക്കാളും നല്ല ഡബിൾ പവറിലാട്ടോ നന്നായിട്ട് കത്തുക. അങ്ങനത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയ ഒരു ടൈമിൽ നമ്മൾ ആവശ്യത്തിന് കുറച്ച് അളന്നെടുത്ത് വെച്ചിട്ട് നമ്മുടെ റവ ഞാനത് ഇട്ട് കൊടുത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കട്ട കെട്ടാതെ നല്ല ഇതിന് ഇളക്കി കൊടുക്കാം. അങ്ങനെ എന്തായാലും ഉപ്മാവ് സെറ്റായപ്പോഴത്തേന് നമ്മൾ തിളയ്ക്കാൻ വെച്ചിട്ടുള്ള ഒരു പാലായാലും നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ഒരു നന്നായിട്ട് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം കേട്ടോ. ഇനി നമുക്ക് ഉപ്മാവ് ഈ ഒരു ചൂടോട് കൂടി തന്നെ അങ്ങ് അടച്ച് വെക്കണം. നമ്മൾ എപ്പോഴാണോ കഴിക്കുന്ന ആ ഒരു ടൈമിൽ നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല ഫൈനായിട്ട് ഇങ്ങനെ പൊടിഞ്ഞിങ്ങനെ വരും. അപ്പോൾ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഉപ്മാവൊക്കെ വാങ്ങി വെച്ചപ്പോഴും നമ്മുടെ അടുപ്പ് ഫ്രീ ആയിട്ടോ. പിന്നെ നമുക്ക് കഞ്ഞിക്ക് വെള്ളം വെക്കാം കേട്ടോ. നന്നായിട്ട് കനലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടേ. നമ്മുടെ കുട്ടിമണിയാണെങ്കിൽ എപ്പോഴും നല്ല ഉറക്കത്തിലാട്ടോ. ഞാനിവിടെ വന്നിട്ട് 1-2 വിളിയൊക്കെ വിളിച്ചിട്ട് പക്ഷേ യാതൊരു അനക്കവും ഇല്ല കേട്ടോ, നല്ല ഉറക്കമാണ്. പുതപ്പൊക്കെ ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്താണെങ്കിലും അവൾ നന്നായിട്ട് ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുതപ്പൊക്കെ കാലൊക്കെ വീശി ചവിട്ടി പല വഴിക്കാകും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നന്നായിട്ട് പുതച്ച് കൊടുക്കാൻ. ഇപ്പം ഞാൻ എണീക്കുമെന്ന് അറിയില്ല കേട്ടോ, അപ്പോൾ കുറച്ച് ടൈം കൂടി ആയല്ലോ. അപ്പോൾ എന്തായാലും എണീക്കുകയാണെങ്കിൽ എണീക്കട്ടെ. ഇപ്പോൾ തന്നെ എന്തായാലും ഞാൻ വിളിക്കണമൊന്നുമില്ല കേട്ടോ, കാരണം പുറത്തായാലും നല്ല തണുപ്പാണ്. അപ്പോൾ പിന്നെ എണീച്ച് കഴിഞ്ഞാലാണെങ്കിൽ 1 മിനിറ്റ് ആൾ വെറുതെ ഇരിക്കില്ല. അപ്പോൾ കിടക്കുന്ന അത്ര നേരം കുറച്ച് നേരം കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ അവൾക്ക് അംഗൻവാടിക്ക് പോകും വേണ്ടല്ലോ, ഇന്ന് സൺഡേ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ കിടന്നുറങ്ങട്ടെ. പുതപ്പൊക്കെ പുതച്ച് കൊടുത്തപ്പോഴത്തേനും ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തന്നെ ഞെരിവിരി കൊള്ളുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവൾ നല്ല ഉറക്കണം. അപ്പോൾ എന്തായാലും കിടന്നുറങ്ങട്ടെ. പിന്നെ അത് ഞാൻ ഈ ഒരു പില്ലോ ഒന്ന് സൈഡിൽ വെച്ച് കൊടുക്കേണ്ടത്. എത്ര നേരം ഈ ഒരു പില്ലോട് ഉണ്ടാവും എന്നറിയില്ല, ചിലപ്പോൾ അതൊക്കെ ചവിട്ടി താഴെയിടും. മിറ്റമൊക്കെ ഞാൻ കുറച്ച് നേരത്തെ അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഉപ്പുമാവൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മിറ്റമെല്ലാം അടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്തായാലും സിറ്റൗട്ടൊന്ന് നന്നായിട്ട് അടിക്കുക. അതുപോലെ തന്നെ ഉള്ളുമൊത്തത്തിനൊന്ന് അടിക്കാനുണ്ട്, അതുപോലെ തുടയ്ക്കാനൊക്കെ ഉണ്ട്. നല്ല മഴയാണെങ്കിൽ നമുക്ക് മഴ കുറഞ്ഞിട്ട്, അതായത് തണുപ്പൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ചിലപ്പോൾ എങ്ങാനും വെയിൽ വരികയാണെങ്കിൽ ആ ഒരു ടൈമിൽ തുടയ്ക്കാമെന്ന് വെച്ചാൽ കേട്ടോ. ചിലപ്പോൾ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേനും നല്ല വെയിലും വരും കേട്ടോ. കുറച്ച് നേരം ഉണ്ടാകും, അങ്ങനെ പോകും. ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല കേട്ടോ, ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഉറപ്പിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും തുടയ്ക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അടിച്ചിടാം. നമ്മുടെ നേരത്തെ കണ്ടിട്ടുള്ള ഒരു കോടയ്ക്ക് ഇപ്പോഴും വലിയ ശമനമൊന്നും ഇല്ലാട്ടോ. നോക്കി ബാക്ക് സൈഡൊക്കെ നല്ല രീതിയിൽ തന്നെ കോട വന്ന് മൂടി കിടക്കുവാണ്. അപ്പോൾ ആ ഒരു കോട ഇങ്ങനെ കാറ്റ് പോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പല ഏരിയയിലേക്കായിട്ട്. അപ്പോൾ എന്തായാലും വലിയ രീതിയിൽ തെളിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ട നാട്ടിൽ ഒരു കോടയെ കാണുമ്പോൾ തോന്നുന്നത് എന്തായാലും. പിന്നെ രാവിലെ തന്നെ നമ്മുടെ കോഴികളെയൊക്കെ നമ്മൾ തുറന്ന് വിട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ബഹളം ഉണ്ട് നല്ല രീതിയിൽ തന്നെ രാവിലെ ഇങ്ങനെ. പിന്നെ നമ്മുടെ നെലസ്റ്റോമൊക്കെ ആയാലും ഫുള്ള് മഞ്ഞ് കുളിച്ച് നിൽക്കുവാണേ. അങ്ങോട്ടേക്ക് കിണ്ടി കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഞ്ഞ്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും മൊത്തത്തിൽ കവറാണ്. നമുക്ക് ആ ഒരു കാറ്റ് പോലെ നന്നായിട്ട് ഇങ്ങനെ പറന്നാട്ടോ വരുന്നത്. അങ്ങനെ നമ്മുടെ പുറത്തത്തെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞത്. അപ്പോൾ ഇതിന് കോടയൊക്കെ ഫുള്ളങ്ങ് ഇറങ്ങിയിട്ടുണ്ടോ. മൊത്തത്തിൽ നമ്മൾ നേരത്തെ കാണിച്ചല്ലോ, അപ്പോൾ അതുപോലും നല്ല കേട്ടോ. അപ്പോൾ മൊത്തമായിട്ട് എല്ലാവരുടെയും കവറായിരിക്കുകയാണ്. അതേപോലെ നമുക്ക് ഉള്ള പോലത്തെ റൂമൊക്കെ ഒന്ന് അടിക്കാമല്ലോ. അപ്പോൾ അവനെക്കുട്ടി ഇപ്പോൾ ഉറങ്ങുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ആ റൂം ഞാൻ അടിക്കുന്നില്ല. എന്നാലും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അടിക്കുക. കാരണം ഇനി എങ്ങനെ ഞാൻ ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിച്ച് വരുന്ന ഒരു സൗണ്ടൊക്കെ കേട്ട് എങ്ങനെ നീച്ച് വന്നാലും പണിയാവും. എന്നാലും അവൾക്കിടന്ന് ഉറങ്ങിക്കോട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് ഞാൻ എത്രത്തോളം എടുക്കുന്ന വലിയ ഐഡിയ ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം, പരമാവധി എടുക്കാൻ പറ്റുന്നത്ര നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഫുള്ളായിട്ടൊന്ന് അടിച്ചിടട്ടെ. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം ഇനി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനേ നമ്മുടെ സിറ്റ് ഔട്ട് സൈഡിൽ കൂടെ കുറച്ച് പ്ലാന്റ്സുകൾ ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലാണെങ്കിൽ ഇപ്പോൾ നോക്കി നമ്മൾ പോലും അറിയാതെ കുറച്ച് പ്ലാന്റ്സൊക്കെ എക്സ്ട്രാ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചൊന്ന് കളഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഏകദേശം എല്ലാം ഒരേ ലെവലിലൊന്നും ആക്കി വിടാണ്ട് കേട്ടോ. കാരണം ചിലതൊക്കെ നോക്കി നല്ല രീതി തന്നെ ഹൈറ്റ് വെച്ച് നോക്കി നന്നായിട്ട് താഴേക്ക് വളർന്നിറങ്ങണം. എന്നാൽ ചിലതാണെങ്കിൽ കുറച്ചൊന്ന് ഷോർട്ടായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് വിടുവാണെങ്കിൽ എല്ലാം ഒരേ ലെവലങ്ങ് വളർന്ന് കയറിക്കോളും. അതേപോലെ തന്നെ ഇത് നമ്മളെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ തണ്ടുകൾ ജസ്റ്റ് ഒന്ന് ഒടിച്ച് നട്ടാൽ മതി കേട്ടോ. നോക്കി ആ ഒരു തണ്ടിൽ കൂടി തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും നന്നായിട്ട് വേരുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ നമ്മൾ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതി തന്നെ പെട്ടെന്ന് അങ്ങ് സ്പ്രെഡായി അങ്ങ് പിടിച്ചു കൊടുക്കും. പിന്നെ ഇതൊക്കെ എപ്പോഴും കൂടുതലും ഹാങ് ചെയ്യാനാട്ടോ ഏറ്റവും അടിപൊളി. ഹലോ, അങ്ങനെ നമ്മുടെ ആവണിക്കുട്ടി നീച്ചു കേട്ടോ. എൻ്റെ പറയണേ എണ്ണ ചെയ്താൻ പോവാണോ? ചുന്തിരി ആയോ? ചുന്തിരി ആവാൻ പോവാ. അങ്ങനെ നമ്മുടെ ആവണിക്കുട്ടി നീച്ചിട്ട് കുറച്ച് ടൈം ആയിട്ടുണ്ടോ. അപ്പം ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് മാത്രമേ ഞങ്ങൾ കുളിച്ചില്ല. പിന്നെ
സുന്ദരി കുളിച്ചോ? അപ്പോൾ നീച്ച് കുറേ നേരം കൊണ്ട് ഉറക്കം ബീച്ചിൽ തന്നെ ആയിരുന്നു. അപ്പോൾ എന്തായാലും അതെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കൊടുത്ത് പല്ലൊക്കെ തിരിച്ചു തന്നെ ഞങ്ങൾ നേരെ കുളിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകാനും കൂടി ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഞങ്ങളുടെ പരിപാടിയൊക്കെ ഞങ്ങൾ തീർത്തിരിക്കുകയാണ്. എന്തോ കോടമഞ്ഞല്ലട മഞ്ഞ അത് നോക്കി ആകാശം നന്നായിട്ടുണ്ട്. ആ കാർമേ ഇങ്ങനെ ഇരുണ്ട് കൂടി വരും കേട്ടോ. അപ്പം എന്നാലും വലിയ തെളിച്ചൊന്നും കേട്ടോ. അപ്പോൾ ഒരു മഴ ഇങ്ങനെ ചെറുതായിട്ട് പൊടിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് പൂർണ്ണമായിട്ട് അങ്ങ് പോയിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം നല്ല തണുപ്പ് തന്നെയാണ്. അപ്പോൾ എന്നാലും നമുക്കിനി പുറത്ത് കൊണ്ടുകൊണ്ട് തന്നെ ഇനി നമുക്ക് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന നമ്മുടെ ടൈമൊക്കെ പോകും. എന്നാലും നമുക്ക് പോകാനുള്ള പരിപാടിയൊക്കെ നോക്കാം. എന്തോ ചുമ വന്നോ? സുന്ദരിക്ക് ചുമ വന്നോ? നല്ല തണുത്ത കാറ്റാട്ടോ വീശുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീട് ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യണം. അതേപോലെ നോക്കി നല്ല മഴ തണുപ്പൊക്കെ ആയപ്പോൾ നോക്കി നമ്മുടെ കോഴികളൊക്കെ നേരെ പറമ്പിൽ കൂടെ ആയിരുന്നല്ലോ കൂടുതൽ ടൈം ഉണ്ടാവാറ്. അപ്പോൾ ഇന്ന് നേരത്തെ അവർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഫുഡെല്ലാം കൊടുത്ത് അവർ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ വലുതായിട്ട് ദൂരേക്കൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു അടിപൊളി വീഡിയോ ഇട്ട് അടുത്തൊരു ദിവസം കാണുന്നവരെ ബൈ. എന്താ കൂട്ടുകാർക്ക് വരുന്നവർക്കും മതിയായില്ല. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഉറങ്ങുക. ടാറ്റ ബൈ ബൈ പറഞ്ഞേ. ടാറ്റ ബൈ ബൈ ഉമ്മയൊക്കെ കൊടുത്തേ. ഇവിടെ 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 ടാറ്റ ബൈ ബൈ പറ. ഇവിടെ ഇവിടെ നോക്കി പറ. ടാറ്റ ബൈ ബൈ ഒന്നും ഇല്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. ആ ഉമ്മ ഓക്കെ.